ഇതെന്താണ് ഈ സംഭവം? ഉം? ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി വരുന്നു. ഇപ്പോഴത്തെ ടീച്ചർമാർക്ക് എന്ത് സംഭവിച്ചു? ഏ ഇപ്പോഴത്തെ ടീച്ചർമാരെന്ന് പറയാൻ കാരണം നമ്മളെ സമയത്തൊന്നും ശകാരിക്കും, അടിക്കും, എന്നാലും അവരുടെ സ്നേഹം അതിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത് കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ടീച്ചർമാരെയാണ്. അതായത് ഏകദേശം നഴ്സറി മുതലേ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടീച്ചർമാരെയും എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അവരിൽ നിന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്, വഴക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും ഉപരി അവരുടെ സ്നേഹം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2000 സമയത്ത് ഭരതന്നൂർ LP സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അംബിക ടീച്ചർ, അദ്ദേഹം ടീച്ചർ 4ാം ക്ലാസ്സിൽ എൻ്റെ ടീച്ചറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉച്ചക്കഞ്ഞി സ്കൂളിൽ നിന്ന് കഴിക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഉച്ചക്കഞ്ഞി കുടിക്കുമ്പോൾ എനിക്ക് വയറുവേദനയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കഴിക്കില്ല. അപ്പോൾ അതറിഞ്ഞിട്ട് പ്രിയപ്പെട്ട ടീച്ചർ കൊണ്ടുവന്ന ചോറ് എനിക്ക് കൊണ്ട് തന്നൊരു അനുഭവം. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് അംബിക ടീച്ചറിനെയാണ്. ഇതൊക്കെ കാണുമ്പം ശരിക്കും എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ടീച്ചർമാരുടെ ഒരു അവസ്ഥ എല്ലാവരെയും പറയുന്നില്ല, എന്നാലും ടീച്ചർമാർ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടാനുണ്ട്. ഒരുപാട് ടീച്ചർമാർ ഇതുപോലെ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.